നോമ്പിൻ്റെ 4 തൂണുകളെ പറ്റി ധ്യാനിക്കാം. ഒന്നാമത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് ദാനധർമ്മം, മൂന്നാമത്തേത് ഉപവാസം, 4 പരിത്യാഗം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരങ്ങളുണ്ടോ? വ്യക്തമായ ഉത്തരം വ്യക്തിപരമായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ? ആത്മശോധന നടത്തുക. എന്താണ് പ്രാർത്ഥന? ഞാനും ദൈവവുമായിട്ടുള്ള സംഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് നിശബ്ദതയിൽ, ഏകാന്തതയിൽ എന്നോട് സംസാരിക്കുക. ഇത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, സുവിശേഷത്തിൽ നാം കാണുന്നത്. ഈശോ ഏകാന്തതയിൽ ദൈവപിതാവിനോടൊത്ത് പ്രാർത്ഥിച്ചു. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. എനിക്ക് ഈ നോമ്പ് കാലത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മീയതയിൽ ഈ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളരുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം, ആത്മീയ ദൃഢത എത്രത്തോളമാണ്? നമ്മൾ പരസ്പരം മനുഷ്യർ ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്കറിയാം, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ പരസ്പരം, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളോട്, ഇങ്ങനെ ഒട്ടനവധി ദൃഢമായിട്ടുള്ള മനുഷ്യബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ എനിക്ക് എത്രത്തോളം ദൈവവുമായിട്ടുള്ള ബന്ധം സംസ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ നമുക്ക് മാതൃക കാട്ടിത്തന്നത്. അവൻ എല്ലാ തിരക്കുകളും വിട്ട്, തിരക്കൊഴിഞ്ഞ് അവൻ ഏകാന്തതയിൽ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകമായി നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കാം. എത്രത്തോളമാണോ ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നത്, അത്രത്തോളം നന്മയും സ്നേഹവും കരുണയും അനുഗ്രഹവും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയും. അതിന് യാതൊരു സംശയവുമില്ല. ഈശോയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോഹരമായ ചിത്രം നാം ഗെത്സമേൽ കാണുന്നുണ്ട്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ച്? അവൻ്റെ മാനുഷികമായ നൈമിഷികത പോലും പിതാവുമായി പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയുടെ മാർഗം ഈശോ സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പാപികളും ബലഹീനരുമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തന്നെ അമ്പേ പരാജയപ്പെടുമ്പോൾ ഓർക്കുക, പ്രാർത്ഥന എന്ന ആയുധം ധരിക്കാതല്ലാതെ നമുക്കൊരിക്കലും ഈശ്വര അനുഭവത്തിലേക്ക് വളരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാല അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും ഈശോയും തമ്മിലുള്ള ബന്ധത്തെ കർത്താവെ അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നന്മകൾ നേരുന്നു.